നമസ്കാരം. ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് മാധ്യമങ്ങളൊക്കെ എപ്പോഴും ചർച്ച ചെയ്യുന്ന പേരുകളിൽ ഒന്നാണ് ഒവൈസി. ഒവൈസി പലപ്പോഴും തന്റെ നിലപാടുകൾ കാരണമാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പാർലമെന്റിലാണെങ്കിലും ശക്തമായ രീതിയിൽ BJPക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷ ഭാഗത്തുള്ള വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. എന്നാൽ ഈ ഒവൈസി ഇന്നും BJPയെ സംബന്ധിച്ചിടത്തോളം ഈ വീടിന്റെ ഐശ്വര്യം എന്ന് ബോർഡ് എഴുതി തൂക്കേണ്ട ആളാണ്. സത്യം പറഞ്ഞാൽ BJPയുടെ ആസ്ഥാനത്ത് ഒവൈസി ഈ വീടിന്റെ ഐശ്വര്യം എന്നൊരു ചെറിയ ഒരു ബോർഡ് എഴുതി വെക്കുന്നത് നന്നായിരിക്കും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിച്ചാൽ ഒവൈസിയുടെ നിലപാട് സത്യത്തിൽ ഗുണം ചെയ്തിട്ടുള്ളത് BJPക്ക് തന്നെയാണ്. BJPയെ എതിർക്കുന്ന കക്ഷികളിൽ കുറച്ചുകൂടി തീവ്രമായ നിലപാടും സമീപനവും സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒവൈസി. പരസ്യമായി തന്നെ വർഗീയമായി പോലും സംസാരിക്കാൻ ഒവൈസി മടി കാണിക്കാറില്ല. തെരഞ്ഞെടുപ്പുകളിൽ ഒവൈസിയുടെ ഈ സമീപനമാണ് സത്യത്തിൽ BJPക്ക് വലിയ ഗുണം ചെയ്യുന്നത്. ഒവൈസി നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് AIMIM. ഈ ഒരു രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി രാജ്യത്തെ പല ഭാഗത്തും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നുണ്ട്. സീറ്റുകളും അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഇപ്പോ കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJP അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള നിതീഷ് കുമാറിന്റെ പാർട്ടിയേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി അവിടെ മുന്നിട്ട് നിന്ന് നമ്മൾ കണ്ടു. ആ തെരഞ്ഞെടുപ്പിൽ 4-5 സീറ്റുകൾ ഒവൈസിയുടെ പാർട്ടി അവിടെ നേടിയിട്ടുണ്ട്. അവിടെയും ഒവൈസി പരസ്യമായി BJPയെ വെല്ലുവിളിക്കുകയും തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടാൻ വേണ്ടി BJPക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും പലപ്പോഴും പരസ്യമായിട്ടുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒവൈസി യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നത് BJPക്ക് തന്നെയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഗ്രേറ്റർ ഹൈദരാബാദിലെ കോർപ്പറേഷൻ ഇലക്ഷൻ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യത്തെ ഒരു കോർപ്പറേഷനാണ് ഹൈദരാബാദ്. ഒരുപാട് നിയമസഭാ മണ്ഡലങ്ങളും രാജ്യസഭാ മണ്ഡലങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഹൈദരാബാദ് കോർപ്പറേഷൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിടിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും വരും തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് അവിടെ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും. BJPയെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാരെയും കൊണ്ട് ഇവിടെ വന്ന് പ്രചാരണം നടത്തി നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കില്ല എന്നതടക്കം ശക്തമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടുമാണ് ഒവൈസി അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചത്. ഇതൊരു അവസരമായി തന്നെ BJP എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. BJP അവരുടെ സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ നേതാക്കളെ അവിടെ കൊണ്ടുവരികയും നല്ല രീതിയിലുള്ള പ്രചരണം നടത്തുകയും ചെയ്തപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒവൈസി 3-ാം സ്ഥാനത്തും അദ്ദേഹത്തിന്റെ പാർട്ടി 3-ാം സ്ഥാനത്തും BJP 2-ാം സ്ഥാനത്തേക്ക് എത്തുകയും ആർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ഒരു സ്ഥിതി അവിടെ ഉണ്ടാവുകയും ചെയ്തു. 2016 തെരഞ്ഞെടുപ്പ് ഫലം അനുസരിച്ച് തെലങ്കാന രാഷ്ട്രസമിതി എന്ന ഹൈദരാബാദിലെയും തെലങ്കാനയിലെയും ഒക്കെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടിക്ക് 99 സീറ്റുകളാണ് 2016 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. അതേസമയത്ത് ഒവൈസിയുടെ രാഷ്ട്രീയ പാർട്ടിക്ക് അവിടെ 44 സീറ്റുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യം എടുത്താൽ 4 സീറ്റുകളാണ് അവർക്കുണ്ടായിരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2 സീറ്റുകളിലും തെലുങ്ക് ദേശം പാർട്ടി 1 സീറ്റുമാണ് അന്ന് നേടിയത്. ഇതാണ് 2016 തെരഞ്ഞെടുപ്പ്. 2016 നിന്ന് 2020 എത്തിയപ്പോൾ തെലങ്കാന രാഷ്ട്രസമിതി 55 സീറ്റുകളിലേക്കാണ് ചുരുങ്ങിയത്. 44 സീറ്റുകളുടെ കുറവാണ് 2016 നിന്ന് 2020 എത്തിയപ്പോൾ തെലങ്കാന രാഷ്ട്രസമിതിക്ക് ഉണ്ടായത്. ഭാരതീയ ജനതാ പാർട്ടി ആകട്ടെ 48 സീറ്റുകൾ നേടി രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായി. 4 സീറ്റിൽ നിന്ന് 44 സീറ്റുകളുടെ വർധനവോടുകൂടിയാണ് 48 സീറ്റുകൾ BJP നേടിയത്. എന്നാൽ ഒവൈസിയുടെ പാർട്ടിക്ക് തിരിച്ചടി നേരിട്ടില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുമില്ല. 2016 2020 തെരഞ്ഞെടുപ്പിൽ ഒവൈസിയുടെ പാർട്ടി 44 സീറ്റുകൾ തന്നെ നേടി. കോൺഗ്രസിന്റെ കാര്യത്തിലും മാറ്റമൊന്നും സംഭവിച്ചില്ല, അവർ 2 സീറ്റുകൾ നേടി. തെലുങ്ക് ദേശം പാർട്ടിക്ക് 2020 സീറ്റുകളൊന്നും നേടാൻ സാധിച്ചില്ല. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവിടുത്തെ ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ സാമാന്യം വലിയൊരു കോർപ്പറേഷനിൽ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഒന്നും BJP ഇപ്പോഴും ഒരു ശക്തമായ സാന്നിധ്യമല്ല. പ്രത്യേകിച്ച് ഹൈദരാബാദിലൊന്നും BJP ഒരു ശക്തമായ സാന്നിധ്യമല്ല. നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എടുത്താൽ ഇവിടെ കർണാടകയിലാണ് BJP ഒരു വലിയ ശക്തി കേന്ദ്രം എന്ന് പറയാൻ സാധിക്കുന്നത്. ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ BJP കൂടുതൽ കരുത്താർജിച്ചു വരുന്ന ഒരു ഘട്ടമാണിത്. ഈ ഒരു അവസരത്തിൽ ഹൈദരാബാദ് തെരഞ്ഞെടുപ്പ് ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ആയിരുന്നിട്ടും BJPക്ക് ഏറെ ഗുണം ചെയ്യും. കാരണം രാജ്യമൊട്ടാകെ ഒവൈസിയുടെ ഈ പരസ്യ പ്രഖ്യാപനവും അത് ഏറ്റെടുത്തുകൊണ്ട് BJP നേതാക്കൾ രംഗത്തെത്തിയതും കാരണം മുഴുവൻ മാധ്യമങ്ങളും ഏറെ ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായി ഈ ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മാറി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇത് വരും കാലത്ത് തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിൽ
ഈ ഹൈദരാബാദ് തെരഞ്ഞെടുപ്പിന്റെ ഫലം സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്, അറിഞ്ഞോ അറിയാതെയോ ഒവൈസിയുടെ ഓരോ നീക്കങ്ങളും അക്ഷരാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നത് BJPക്ക് തന്നെയാണ്. ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഒവൈസിക്ക് എന്ത് നേട്ടമുണ്ടെന്ന് ചോദിച്ചാൽ അവിടെയും രസകരമായ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയത് കൊണ്ട് തന്നെ തെലങ്കാന രാഷ്ട്രീയ സമിതിക്ക് തീർച്ചയായിട്ടും അവർക്ക് ഒറ്റയ്ക്ക് കോർപ്പറേഷൻ ഭരിക്കാൻ സാധിച്ചു. എന്നാൽ ഇത്തവണ അത് സാധ്യമല്ല. BJPയുമായി അവർ ഒരു സഖ്യത്തിന് പോകാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ സാധ്യത ഒവൈസിയുടെ രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്നുകൊണ്ട് ഒരു സഖ്യമുണ്ടാക്കി ഭരിക്കാൻ തന്നെയാകും. അതായത് ഒവൈസിക്ക് അതുകൊണ്ട് തന്നെ ഭരണത്തിൽ പങ്കാളിയാകാം എന്ന ഒരു സാധ്യത ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. BJPക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റിയതിനോടൊപ്പം തന്നെ മറ്റ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ തെലങ്കാന രാഷ്ട്ര സമിതി BJPയോടൊപ്പം കൈ കൊടുക്കാൻ പോയില്ല, അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ അത്ഭുതമാണ്. പോയില്ല എങ്കിൽ തീർച്ചയായിട്ടും കോർപ്പറേഷൻ ഭരണത്തിൽ തെലങ്കാന രാഷ്ട്ര സമിതിക്കൊപ്പം ഏതാണ്ട് തുല്യമായി തന്നെ, തുല്യ ശക്തി എന്ന നിലയിൽ തന്നെ ഒവൈസിയുടെ രാഷ്ട്രീയ പാർട്ടിക്കും പങ്കാളിയാകാം എന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വെല്ലുവിളി കാരണം, അല്ലെങ്കിൽ ഒവൈസിയും BJPയും തമ്മിലുണ്ടായ ഒരു നേർക്കുനേർ പോരാട്ടം കാരണം ഒരേ സമയത്ത് BJPക്കും ഒവൈസിക്കും നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഒവൈസിയെ പോലുള്ളവർ തീർച്ചയായിട്ടും BJPക്ക് മറ്റൊരു അർത്ഥത്തിൽ ഗുണം തന്നെയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.